ഈ താത്തത് കൊറേ നേരമല്ല ഫോൺ വിളിക്കണം. ആർക്ക് എങ്ങനെ വിളിക്കണത്? ഏത് സമയം ഫോണിലാണ്. ബാത്റൂമിക്ക് പോവാണെങ്കിലും എവിടേക്ക് പോവാണെങ്കിലും ഫോണായിട്ടാണല്ലോ പോണത്. എന്താ സംഭവം എന്നുള്ളത് കണ്ടുപിടിക്കന്നെ വേണം. എല്ലാം ശരിയാവില്ല. ആ താത്ത ആരെങ്ങനെ ഫോൺ വിളിച്ചിന്ന്? അത് ഓഫീസിൽ നിന്നാണ്, കുറച്ച് വർക്ക് ഉണ്ട് പറഞ്ഞ്. എന്തേ? അല്ല ഞാൻ ചോദിച്ചു എന്നുള്ളൂ. അല്ല കൊറേ സമയമായി ഇങ്ങനെ ഫോൺ വിളിക്കണേ, ഏത് സമയം ഫോണിലാണ്, അതുകൊണ്ട് ചോദിച്ചതാ. ഇജിപ്പോ അങ്ങനെ ചോദിക്കണ്ട, എന്റെ കാര്യത്തിൽ ഏജ് ഇടപെടൊന്നും വേണ്ട. കാരണം എനിക്ക് ഓഫീസിൽ കുറെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ പല ആൾക്കാരും വിളിക്കും. എന്തായാലും ഈ എന്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട കേട്ടോ. എന്റെ കാര്യം എന്താ വെച്ചുള്ളത് അത് നോക്കിയാ മതി. ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ട് തന്നെ നിക്കുള്ളൂ. ഒരു പേരന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ നമ്മള് കണ്ടില്ലാന്ന് അടിക്കണത് ഇപ്പൊ എങ്ങനെ? ഉമ്മാക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉമ്മാക്ക് വിശ്വാസമായിട്ടില്ല. ഇതെന്തായാലും കേൾപ്പിച്ചിട്ട് നിക്കുള്ളൂ ഇപ്പൊ ഞാന്. നോമ്പ് ഇവിടെ കഴിയാറായി. ഇനിയിപ്പൊ പെരുന്നാളായി. എന്തൊക്കെ കാട്ടണാണാവോ മക്കള്. ഇതുവരെ രണ്ടാളെടുത്തൊന്നും ഒന്നും കേട്ടിട്ടില്ല. പെരുന്നാൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉള്ളതാണ്. ഇനി എന്തൊരു ചൂടാണിപ്പോ. ആ മഴ ഒന്ന് പെയ്തതുകൊണ്ട് ഒരു ഒതുക്കാൻ കിട്ടി. ഉമ്മ, ഞാൻ നിങ്ങളോട് നാളെ പറഞ്ഞില്ലേ താത്ത ഇങ്ങനെ ഫോൺ വിളിക്കണൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. എപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോൺ വിളിക്കണ്. ഓളെ ഓഫീസത്തെ ആർക്കേലും വിളിക്കേക്കാരം. ഇനിയിപ്പോ എന്റെ കാര്യം എന്താ വെച്ചാൽ നോക്ക്. ഞാൻ എന്നോട് പറഞ്ഞല്ലോ ഓളെ കാര്യത്തിൽ ഇടപെടണ്ടെന്നുള്ളത്. ഇന്ന് എന്തായാലും വന്ന് കേട്ടോക്കെ. അത് ഓഫീസിൽ നിന്നൊന്നല്ല, എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരി. ആ നടക്കുന്ന ആട് വരാം. പുണ്യനെ കൊണ്ട് മനസ്സ് മലങ്ങി. ആ എന്താടി? ഞാൻ പറഞ്ഞില്ലമ്മ, ഇങ്ങനൊക്കെ സംഭവം ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലേ കുറെ കൊല്ലായി ഓല് ഇവിടെ വന്നിട്ട്. ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ലാന്ന്. ഇപ്പൊ തുടങ്ങിയതാണെന്നുണ്ടെങ്കിലോ ഇങ്ങനത്തെ ഒക്കെ സ്വഭാവം ഓളെ അടുത്തുള്ള വിവരം എന്റെ അടുത്തുണ്ടാ. എന്തായാലും ഞാൻ ഓളെ മാപ്പിള കൊണ്ട് വരട്ടെ. എന്റെ കുട്ടീനെ ഇപ്പൊ അങ്ങനെ നമുക്ക് പറ്റിച്ച് ജയിക്കാനൊന്നും പറ്റൂലല്ലോ. അത് നയിച്ചുണ്ടാക്കിട്ടല്ലേ അവൾക്ക് ചെലവിനൊക്കെ കൊടുന്നു നോക്കണത്. എന്തായാലും അതുകൊണ്ട് വരട്ടെ. ഇതിനുള്ള തീരുമാനം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ഇജ്ജൊന്നും അവളോട് ചോദിക്കാനും പോണ്ട, പറയാനും പോണ്ട. ആ നിങ്ങൾ കാക്കാനോടൊന്നും സൂചിപ്പിച്ചാളെ. എന്തൊക്കെ ഈ പെരന്റെ ഉള്ളിൽ നടക്കണത് പടച്ചോനെ. ഇതുവരെ ഇല്ലാത്തൊരു സ്വഭാവമൊക്കെ ഓൾക്കിപ്പോ. ആ ഇജ്ജ് വന്നാ? ആ അതവിടെ അടുക്കളയ്ക്ക് വെച്ചാളാ. നമുക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തേ? നമ്മളെ കുഞ്ഞുമോന്റെ പോക്ക് അത്രക്ക് ശരിയല്ലട്ടാ. കാരണം ഓൾ ആർക്കൊക്കെ വിളിക്കണൊക്കെ ചെയ്യണ്ട്. ഞാൻ ഇപ്പൊ ഇന്ന് കണ്ടതാണ് ഓള് വിളിക്കണൊക്കെ. അത്രക്ക് അങ്ങോട്ട് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല ഓള് ചെയ്യണത്. അത് ഓള് വർക്ക് ചെയ്യണോടത്തെ ആരേലും ആ ഓഫീസിലത്തെ ആൾക്കാരാണ് പറഞ്ഞിട്ട് എത്ര ഒരു വട്ടം ഒരു ദിവസം വിളിക്കണേ. ഞാനും സത്യം പറഞ്ഞ ഓഫീസിലത്തെ ആള് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വർത്താനൊന്നും അതൊന്നും അല്ല. ഓഫീസിലത്തെ കാര്യങ്ങളൊന്നും അല്ല വർത്താനം പറയണത്. ഞാൻ എന്റെ ചെവിയാലെ കേട്ടതാണ്. ഞാനും ഉമ്മൂട്ടിയും കേട്ടതാണ്. ഉമ്മൂട്ടി എനിക്ക് കേൾപ്പിച്ചത്.
ആ അപ്പൊ നിങ്ങക്ക് ചെറിയ മരുമകളെ കണ്ടപ്പോ ഇന്റെ പെണ്ണുങ്ങളെ നിങ്ങക്ക് വേണ്ടാതായില്ലേ? അനക്ക് ഇപ്പൊ പലതും തോന്നും. എനിക്ക് ഓളെ കിട്ടിയപ്പോ മറ്റോളെ വേണ്ടാന്ന്. 10-14 കൊല്ലായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഞാൻ ഓളെ എന്തെങ്കിലും പറഞ്ഞിക്കണ? ഇതിപ്പോ എന്റെ ചെവിയാലെ കേട്ട കാര്യം ഞാൻ എന്നോട് പറഞ്ഞു. ഇജ്ജ് വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഇനിയിപ്പോ ഇജ്ജ് വിശ്വസിച്ചില്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അനക്ക് തന്നെയാണ് കിട്ടുക അതിനുള്ള പകരൊക്കെ. ആ ഞാനാണ്ട് സഹിച്ചോണ്ട്. ചെക്കനോട് എന്താങ്ങോട്ട് പറയാന്ന് പുറപ്പെട്ടാലും ചെക്കൻ വിശ്വസിക്കൂല. തന്നെയാണ് എന്റെ കുട്ടീനെ ഇങ്ങനെ പറ്റിക്കണുണ്ടല്ലോ ഓള്. പടച്ചോൻ കൊടുക്കും ഓൾക്കുള്ളതൊക്കെ. ഒരു ദിവസം ഓൻ എന്തായാലും ഇതൊക്കെ അറിയും ചെയ്യും. അതിനറിയാനുള്ള ഇത് ഞാൻ തന്നെ കാണിച്ചു കൊടുക്കാം. അവള് രാത്രി ഒക്കെ ഓള് മറിഞ്ഞിരുന്ന് ഫോൺ വിളിക്കണ ഞാൻ കണ്ടിക്കണല്ലോ. ഞാനും വിചാരിച്ചത് ഓഫീസത്തെ ആക്കന്നെ ഈ കരന്നാണ്. കാണിച്ചു കൊടുക്കാൻ ഞാന് ഓനെ ഉറക്കി കിടത്തി ഇങ്ങാണ്ട് ഓളെ പോക്കി ഞാൻ കാണിച്ചു തരാം. ഹലോ, ആ ഇക്ക പറയേ. ഒന്നുമില്ലെന്നോ. അതെ, ഇവിടെ താത്ത ആർക്കും നല്ല ഫോൺ വിളിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ പേടിയാവുക. ഓല് ആ കാക്കാനെ ചതിക്കാ തോന്നുന്നുണ്ട്. ഞാൻ കേട്ട് സംസാരിക്കണമൊക്കെ പുറത്താണ് എപ്പോഴും. അതേപോലെ ബാത്റൂമിക്ക് പോവുകയാണെങ്കിലും കുളിക്കാൻ പോവുകയാണെങ്കിലും ഒക്കെ ആ ഫോണേറ്റാ പോവുക. ആ ഞാൻ ഇമ്മാനോട് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിരുന്നു. അപ്പൊ ഇമ്മ വിശ്വസിക്കണില്ലേ പറഞ്ഞിട്ട്. അതിന് തെളിവാണെങ്കിൽ ഒന്നും ഇല്ലേനും. ഞാൻ കണ്ടതല്ലേ. അപ്പാണ് ഈ വീഡിയോ ഒന്നും എടുക്കാനും തോന്നിയില്ല എനിക്ക്. ഇല്ല, ഞാൻ ചോദിച്ചു ആരാ വിളിക്കണെന്ന്. അപ്പൊ എന്റെ നേർക്ക് 2 ചാട്ടം ചാടിങ്ങാണ്ടാണ് പോയി. എനിക്ക് ആരെങ്കിലും ഒക്കെ വിളിക്കും, അതിന് അനക്ക് എന്താ ഈ എന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്നോട്. ആ ശരി എന്നാ. ആ ഞാൻ പറഞ്ഞോണ്ട് ഉമ്മാനോട്. എന്തേലും ഒരു അവസരം കിട്ടട്ടെ അപ്പൊ വേണം പറയാന്. എന്നാ ആയിക്കോട്ടൊക്കെ, കുറച്ച് പണികളും കൂടി ഉണ്ട്. താത്താണെങ്കിൽ ഒരു പണിക്കും കൂടൂല. ഞാൻ തന്നെ എടുക്കണം. ഫോണായിട്ട് നടന്നാലും വരൂല. എന്നാ ആയിക്കോട്ടെ. ഇപ്പൊ തൊടുക്ക വാതിലൊക്കെ തുറന്നങ്ങാണ്ട് പുറത്തേക്ക്. ഈ നേരത്തെ നട്ടപ്പാതിർക്ക്. ആ ഹലോ, എന്നും ഈ രാത്രി വിളി ഒന്നും നടക്കൂലട്ടോ. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാവും. അല്ലെങ്കിൽ തന്നെ എന്റെ ഇളയച്ചിക്ക് നല്ല സംശയമുണ്ട് ഞാൻ എന്താ ഫോൺ വിളിക്കുന്ന വെച്ചിട്ട്. ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഒഴിവാവുക ചെയ്യണത്. പടച്ചോനെ, എന്റെ കുട്ടീനെ പറ്റിച്ചെങ്ങാണ്ട് ഓള് ഓനെ ഉറക്കി കിടത്തിങ്ങാണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിക്കാണ് ഫോൺ വിളിച്ചാന്. ഇനി എന്തായാലും ഓഫീസിൽ നിന്ന് കാണുന്ന സംസാരം മതി. ആ ഞാൻ വരാനുള്ള ടൈമൊക്കെ ആവണല്ലേ ഉള്ളൂ. എന്തായാലും എന്റെ മാപ്പിളിനെ ഒഴിവാക്കിട്ട് വേണ്ട എന്റെ കൂടെ വരാന്. എടി ആർക്കടിച്ച് ഫോൺ വിളിച്ചണേ? അത് ഓഫീസിൽ നിന്നാണ്. ഓഫീസ് ഇത് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഈ നട്ടപ്പാതിരക്കൊക്കെ ഏത് ഓഫീസായിട്ട് തുറന്നു വെച്ചിട്ടുള്ളത്? ഞാൻ വിളിച്ചു നോക്കട്ടെ. ആ ശരത്തിന്റെ ഒക്കെ നമ്പർ എന്റെ കയ്യിലുണ്ടല്ലോ. ഇക്കാരെ വിളിച്ചു നോക്കാന്. അതുമ്മാ. ഏതുമ്മാന്ന്? സെമീറ ഓ ഇങ്ങനെ പോത്ത് പോലെ കിടന്നുറങ്ങിക്കോട്ടെ. ഓളെ കാര്യങ്ങളൊന്നും അറിയാതെ. ഇതിപ്പോ ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാം. എത്ര കാലം പറ്റിച്ചിങ്ങനെ ജീവിക്കൂ? എന്തമ്മാ? എന്റെ പെണ്ണുങ്ങൾക്ക് എന്താ ഈ നട്ടപ്പാതിരക്ക് ഇവിടെ പണി ചോദിച്ചു? ഒരു ഫോണായിട്ട് ഇവിടെ അങ്ങനെ വന്നിരിക്കണേ എന്താ അവസ്ഥയുള്ളത് ചോദിച്ചു നോക്ക്. അന്നെ ഉറക്കി കിടത്തിങ്ങാണ്ടല്ലോ ഓള് ഇവിടെ വന്നിരുന്നിട്ട് മറ്റുള്ളവർക്ക് വിളിക്കണത്. ചോദിക്കുമ്പോ പറയും ഓഫീസത്തെ ആൾക്കാരാണ്. എന്ത് ഓൾക്ക് ഈ പറഞ്ഞ ഉറക്കവും കാര്യങ്ങളും ഒന്നും ഇല്ലേ? അതിന് മാത്രം മല മറിക്കാനുള്ള പണി എന്താ ഓൾക്ക് ഇത്ര തോന്നെ അവിടെ ഉള്ളത്? വെറും ഒരു 6000 ഉറുപ്പ്യന്റെ പണിയല്ലേ? അത് നേരെ 5 മണിയാകുമ്പോത്തിന് തന്നെ അത് തീരും.
മര്യാദക്ക് ചോദിച്ചു നോക്കാൻ എനിക്ക് നല്ലത്. ആരാടി വിളിക്കണത്? സത്യം പറയടി. ജോ വർത്താനം പറഞ്ഞ് നിക്കാതെ ഓളെ ഫോൺ ഇങ്ങോട്ട് വാങ്ങ്, അപ്പ അറിയാം. ആ ഫോൺ ഇങ്ങാട്ടിക്ക ഇവിടെ കാട്ടുന്നേ. ഇനിയിപ്പൊ എല്ലാരും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഞാനും എന്റെ ഓഫീസത്തെ സജീറും കൂടി ഇഷ്ടത്തിലാണ്. എന്താടി ഇജ്ജ് പറഞ്ഞത്? അപ്പൊ ഞാനോ? ഈ 10-14 വർഷം ഞാനല്ലേടി എന്നെ നോക്കി ഉണ്ടാക്കിയത്. അതിന് എന്തേലും ഒരു വില കൽപ്പിക്കണ്ടോ? ഇന്നെ നോക്കിന്ന് പറഞ്ഞിട്ട് എന്തേലും കാര്യമുണ്ടോ? നിങ്ങൾ ഈ കൂലിപ്പണിക്കാരനും ഞാനൊരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണുമാണ്. എന്തായാലും നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകൂല. എനിക്ക് ഓനെ ഇഷ്ടമാണ്, ഓനക്ക് ഇന്നെ ഇഷ്ടമാണ്. നിങ്ങൾ കൂലിപ്പണിക്കാരെന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു മോശത്തരാണ്. പടച്ചോനെ, എന്റെ കുട്ടീനെ ഓള് പറ്റിച്ചല്ലേ. ഞാൻ എന്നോട് രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഓള് കാര്യങ്ങളൊക്കെ പറഞ്ഞുന്ന്. അപ്പൊ ആ പെണ്ണിന്റെ നേർക്കും ഇന്റെ നേർക്കും കൊടുത്തു. അപ്പൊ ചെറിയ മരിയോളെ കണ്ടപ്പോ ഇന്റെ പെണ്ണുങ്ങളെ പറ്റുന്നില്ല എന്നല്ലേ ഇജ്ജ് പറഞ്ഞത്? നീ ജന്നെ അനുഭവിച്ചോ. ആ കുട്ടി ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് നോക്കാനും കൂടി എനിക്ക് ഒഴിവുണ്ടായിട്ടില്ല. ഇപ്പൊ കേട്ടില്ലേ, ഇജ് പഠിപ്പിച്ചതും ഇല്ല, ഇജ് പൈസ ചെലവാക്കിയതും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഓൾക്ക് ഓളെ ശമ്പളം ഓൾക്ക്. ഇപ്പൊ കാമുകന്റെ പിന്നാലെ പോവാണെങ്കിൽ ഓനിക്ക്. ഞാൻ ഒന്നും പറഞ്ഞില്ല. നേരം വെളുത്ത എന്നെ ഇവിടെ കണ്ടുപോകരുതിട്ടാ. എടി അനക്ക് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ തോന്നിയത്? ഇത്രയും കാലം ഞാനല്ലേടി എന്നെ നോക്കിയ, എന്നെ പഠിപ്പിച്ച് അനക്കൊരു ജോലി വാങ്ങി തന്നില്ല ഞാന്. ആ എന്നോട് തന്നെ നോക്കി ഉണ്ടാക്കിയ ശമ്പളം കിട്ടിയിട്ട് നല്ല വാങ്ങും ചെയ്തിരിക്കണു പൈസ ഒക്കെ. ഞാൻ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരും വേണ്ട. ഞാൻ നാളെ നേരം വെളുത്ത ഓന്റെ പിന്നാലെ ഞാൻ പോവും. ആയിക്കോട്ടെടി. ഇതൊന്നും കാണാൻ വെച്ച ഇജ്ജ് ഇവിടുന്ന് ഇറങ്ങണേന്റെ മുന്നേ ഞാൻ എന്റെ ജീവൻ ഇവിടുന്ന് കളഞ്ഞിട്ടുണ്ടാവും. നോക്കിക്കോ. പഠിച്ചോനെ, ഇനിയിപ്പൊ ഇയാൾ എന്തെങ്കിലും കടം കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തലയിലാവും ചെയ്യും. അതിന്റെ മുന്നേ എങ്ങനെയും ഇവിടുന്ന് കഴിച്ചിലാവന്നെ വേണം. അപ്പൊ അതിന് ഒരുപട്ടോള് പറഞ്ഞു കൊടുക്കാനും ഇവര് പിടിക്കാനും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ. ശേ